അങ്ങനെ ഇന്നത്തെ ഹോംവർക്ക് എല്ലാം ചെയ്തു തീർന്നു. ഇനി ബിന്ദു മിസ്സിന്റെ വഴക്ക് കേൾക്കണ്ട. വെരി ഗുഡ്. എന്നാ നമുക്കിനി എന്തെങ്കിലും കഴിക്കാം. ഓ, ഈ വയറിന് എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന വിചാരമേ ഉള്ളൂ. അയ്യോ, കഴിക്കാന്നല്ല, എന്തെങ്കിലും കളിക്കാന്നാ. ഹേ, എനിക്കിപ്പോ കളിക്കാൻ ഒരു രസവും തോന്നുന്നില്ല. അത് കേൾക്കണമെങ്കിൽ നമ്മുടെ അമ്പിളിമാമൻ വരണ്ടേ? അതെ, എത്ര നാളായി അമ്പിളിമാമനെ കണ്ടിട്ട്. നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? ഹേയ്, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഹേയ് കാർമുകിലങ്കിൾ, ഞങ്ങളുടെ അമ്പിളിമാമനെ കണ്ടായിരുന്നോ? അമ്പിളിമാമനോ? അങ്ങേര് എന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. ഞാനിതാ ഇവിടെയുണ്ടേ. എവിടെയായിരുന്നു ഇത്രയും നാളും? കണ്ടില്ലേ ആ പോകുന്ന കുറുമ്പന്മാരായ മേഘക്കുട്ടന്മാരെ? അവരെന്നെ കുറച്ചു നാളായി മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ? എടാ കുറുമ്പന്മാരെ! എന്തൊക്കെയാണെങ്കിലും അവരെന്റെ നല്ല കൂട്ടുകാരാ. നിങ്ങളുടെ മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഗതി എന്താ? അപ്പോ അമ്പിളിമാമനെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന വികൃതി അണ്ണന്മാര് മാമന്റെ ഫ്രണ്ടാണെന്നാണോ പറയുന്നത്? അതെ, എന്റെ കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരാണവർ. ഇവൻ എന്റെ കൂട്ടുകാരനാ, പക്ഷെ ഏറ്റവും നല്ല കൂട്ടുകാരനാണോന്ന് എനിക്കറിയില്ല. എനിക്കിത് തന്നെ കിട്ടണം. അമ്പിളിമാമ എങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ തിരിച്ചറിയാ? അതോ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ അളവറ്റ് സ്നേഹിക്കുന്നവനാണ് ഒരു നല്ല കൂട്ടുകാരൻ. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഈ വീട്ടിലാണ് ചിണ്ടൻ നായയും ചക്കിപ്പൂച്ചയും താമസിക്കുന്നത്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം, ചിണ്ടൻ നായയുടെ സ്ഥാനം വീടിനകത്താണ്. നല്ല ആഹാരവും സുഖമായി ഉറങ്ങാൻ നല്ല ഒരിടവും വീട്ടുടമസ്ഥന്റെ സ്നേഹനിർഭരമായ തലോടലുകളുമേറ്റാണ്. എന്നാൽ പാവം ചക്കിപ്പൂച്ചയാകട്ടെ മറ്റുള്ളവരുടെ ആട്ടും ചവിട്ടുമേറ്റ് വല്ലാതെ വലഞ്ഞു. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പാത്തും പതുങ്ങി വീടിനകത്ത് കടക്കണം. എന്റെ ഒരു ഭാഗ്യം. ദൈവമേ, ചിണ്ടൻ നല്ല ഉറക്ക. ഉണരും മുമ്പ് എന്തെങ്കിലും കഴിച്ച സ്ഥലം വിടണം. വിശന്നു വലഞ്ഞ ചക്കിപ്പൂച്ച വളരെ സൂക്ഷിച്ച് പാല് കുടിക്കാൻ തുടങ്ങിയതും ചിണ്ടൻ നായ ചാടി എഴുന്നേറ്റു. എടാ ഭയങ്കര, എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? ഓയ് നശിച്ച പൂച്ച, ഇന്ന് ഞാൻ ഇതിനെ ഓടിക്കോ. അങ്ങനെ മഴക്കാലം തുടങ്ങിയ ഒരു ദിവസം ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് ചക്കിപ്പൂച്ച ഞെട്ടി ഉണർന്നു. ചന്നം പിന്നം പെയ്യുന്ന ആ മഴയിൽ എല്ലാവരും അവരവരുടെ കൂടുകളിൽ കയറി സുരക്ഷിതരായി. പാവം. എന്നാൽ ചക്കിപ്പൂച്ചയ്ക്ക് മാത്രം സുരക്ഷിതമായ ഒരിടം എങ്ങും കണ്ടെത്താനായില്ല. അവൾ അവിടെ തന്നെ ഇരുന്ന് മഴ നനഞ്ഞു. വീടിന് പുറത്ത് ചക്കിപ്പൂച്ച തണുത്ത് വിറച്ചിരിക്കുമ്പോൾ അകത്ത് ചിണ്ടനായിയെ പുതപ്പിച്ച് ഉറക്കാൻ കിടത്തുകയാണ് വീട്ടുടമ. പാവം ചക്കിപ്പൂച്ച ഇതെല്ലാം കണ്ട് മനസ്സ് വിഷമിച്ചെങ്കിലും ചിണ്ടനായിയെ അവൻ ഒരിക്കലും ഒരു ശത്രുവായി കണ്ടില്ല. ആ ദിവസം പാതിരാത്രി ചിണ്ടനായി ഞെട്ടി എഴുന്നേറ്റത് എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ടാണ്. അവന്റെ മുന്നിൽ ചിതറിക്കിടക്കുന്ന കുറേ ബിസ്ക്കറ്റുകൾ കണ്ട് അവൻ അത്ഭുതം തോന്നി. ഇതെവിടുന്ന? ഇതുപോലൊരു ബിസ്ക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രുചി. അവൻ ആ ബിസ്ക്കറ്റുകളെല്ലാം ആർത്തിയോടെ വാരി വലിച്ചു തിന്നു. പെട്ടെന്ന് അവന് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൻ ആ തറയിൽ മയങ്ങി വീണുപോയി. അപ്പോഴേക്കും 2-3 ആളുകൾ വീടിനുള്ളിലേക്ക് കയറി വന്നു. മണ്ടനായ, നമ്മുടെ ഐഡിയ ഫലിച്ചു. മയക്ക് ബിസ്ക്കറ്റ് കുറെ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ചിണ്ടനെ മയക്ക് വീഴ്ത്തിയ ആ ബിസ്ക്കറ്റുകൾ അവിടെ വിതറിയത് ആ നാട്ടിലെ ബിരുദന്മാരായ ചില കള്ളന്മാരായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചക്കിപ്പൂച്ച ജനാലയ്ക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ആ കള്ളന്മാരെ ചിണ്ടനെ ഉറക്കിക്കെടുത്തി മോഷ്ടിക്കാനുള്ള ശ്രമമാണല്ലോ. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ല. ചിണ്ട, എഴുന്നേക്ക്. നല്ല മയക്കത്തിലായിരുന്ന ചിണ്ടനായി ഉണ്ടോ അത് കേൾക്കുന്നു. അവൻ പല വഴിയും നോക്കി. എന്തു ചെയ്തിട്ടും ചിണ്ടൻ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ട ചക്കിപ്പൂച്ചയ്ക്ക് ഒരു ബുദ്ധി തോന്നി. നനഞ്ഞു കുതിർന്നിരുന്ന അവന്റെ ശരീരം ഒന്ന് നിവർത്തി കുടഞ്ഞു. വെള്ളത്തുള്ളികൾ തെറിച്ച് ചിണ്ടനായുടെ മുഖം നനഞ്ഞു.
ചക്കിപ്പൂച്ച ഒന്ന് രണ്ട് തവണ കൂടി പുറത്തുപോയി മഴ നനഞ്ഞു വന്ന് ഇത് ആവർത്തിച്ചു. നനവേറ്റ് പതുക്കെ മയക്കത്തിൽ നിന്നും ഉണർന്ന ചിണ്ടൻ മുന്നിൽ നിൽക്കുന്ന ചക്കിയെ കണ്ട് അടിമുട്ടി ദേഷ്യം കൊണ്ട് വിറച്ചു. ആഹാ നീയോ, നിന്നെ ഇന്ന് ഞാൻ വൗ, 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 വൗ. പിടിക്കടാ, പിടിക്കടാ അവനെ. കള്ളൻ, കള്ളൻ. ചിണ്ടന്റെ കുര ശരിക്കും സഹായമായത് വീട്ടുകാർക്കും നാട്ടുകാർക്കുമാണ്. കള്ളന്മാരെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ധൈര്യശാലിയും ബുദ്ധിമാനുമായ ചിണ്ടനെ അനുമോദിക്കാനും സമ്മാനങ്ങൾ നൽകാനും ആ നാട്ടിലെ ആരും മറന്നില്ല. പക്ഷേ പിന്നീടൊരിക്കലും ചക്കിപ്പൂച്ചയ്ക്ക് ആ വീട്ടിൽ പമ്മി പതുങ്ങി കയറേണ്ടി വന്നിട്ടില്ല. എന്താണെന്നറിയോ? അന്നു മുതൽ ചിണ്ടന്നായിക്ക് കിട്ടിയ സമ്മാനങ്ങളും മറ്റും ചക്കിപ്പൂച്ചയ്ക്കും പങ്കുവെച്ചു കൊടുത്തു. ഇന്നിപ്പോ അവന് കിട്ടുന്ന ഭക്ഷണത്തിന്റെ പാതി ചക്കിപ്പൂച്ചയ്ക്കും അവകാശപ്പെട്ടതാണ്. ഹായ്, നല്ല കൂട്ടുകാര്. ഞാൻ ഇനി ഒരിക്കലും വീട്ടിൽ വരുന്ന കണ്ടം പൂച്ചയായിട്ട് വഴക്കൂടില്ല. ആരാ എപ്പോഴാ ഉപകാരപ്പെടുന്നെന്ന് ആർക്കറിയാം. നീ എന്താ അവിടെ നോക്കുന്നത്? ഞാൻ ഈ ഭംഗിയുള്ള ടൗൺ നോക്കുകയായിരുന്നു. ഹോ, എന്തൊരു തിരക്ക്! വർണ്ണ ബൾബുകൾ, വലിയ കെട്ടിടങ്ങൾ, നിരനിരയായി നീങ്ങുന്ന കാറുകൾ. അതെ, ആ കാറിൽ ഏതെങ്കിലും ഒന്ന് രാവിലെ നിന്റെ ഡാഡിയും മമ്മിയും ജോലി കഴിഞ്ഞ് വരണുണ്ടാകുക. അവരെത്ര പൊറോട്ട വെച്ച് വാങ്ങുവോ ആവോ. എന്ത്? അല്ല, ഈ വിശപ്പിന്റെ അസുഖം. അവന്റെ ഒരു വിശപ്പ് ആ നാട്ടു